Hello students, 10th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് സ്റ്റിമുലൈ എന്താന്ന് പഠിക്കാം. സ്റ്റിമുലൈ ആക്ച്വലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? എക്സ്റ്റേണൽ സ്റ്റിമുലൈയും ഇന്റേണൽ സ്റ്റിമുലൈയും. എക്സ്റ്റേണൽ സ്റ്റിമുലൈയും ഇന്റേണൽ സ്റ്റിമുലൈയും. എക്സ്റ്റേണൽ സ്റ്റിമുലൈക്ക് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാം, ഇപ്പം നമ്മൾ റോഡിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് നല്ല ചേട്ടന്മാരെ ഒക്കെ കണ്ടാൽ നോക്കാണ്ടിരിക്കുമോ? ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത്. അതുപോലെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ വാതിലൂടെ പോകുമ്പോൾ നല്ല ഫുഡിൻ്റെ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ല പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നത്. ഇതെല്ലാം എക്സ്റ്റേണൽ സ്റ്റിമുലൈയുടെ എക്സാമ്പിൾസ് ആണ്. അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ടും നമ്മുടെ ബോഡിയുടെ ഔട്ടർ പാർട്ടിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം എക്സ്റ്റേണൽ സ്റ്റിമുലൈയുടെ എക്സാമ്പിൾ ആണ്. ഇനി ഇന്റേണൽ സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ ഹങ്കർ, തേഴ്സ്റ്റ്, അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റാറ്റസ്, ഇതെല്ലാം. ഇപ്പം നമ്മൾ വിശക്കുമ്പോൾ, അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ, പിന്നെ നമുക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, സ്വാഭാവികം, ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം എക്സ്റ്റേണൽ സ്റ്റിമുലൈയുടെ എക്സാമ്പിൾസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റിമുലൈ എന്താ? The senses that evoke responses are called stimuli. Okay, മനസ്സിലായില്ലേ? ഇനി അപ്പോൾ നമുക്ക് റെസ്പോൺസ് എന്താ നോക്കാം. ഇപ്പോൾ റെസ്പോൺസ് എന്താ? നമ്മുടെ ബോഡിയുടെ സെൻസ് ഓർഗൻസിലും ബാക്കി പാർട്സിലെല്ലാം സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതിനെ നമ്മൾ റെസീപ്റ്റർ സെൽസ് എന്ന് പറയും. ഇതിൻ്റെ ദൗത്യം എന്താ? ഇതെന്താ ചെയ്യുക? നമുക്ക് ഫീൽ ചെയ്ത നമ്മുടെ സ്റ്റിമുലൈ റിസീവ് ചെയ്തിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യും. അതാണ് എന്ത്? റെസിപ്റ്റർ സെല്ലിൻ്റെ ജോലി. അതായത് ഇപ്പം നമുക്ക് ഫീൽ ചെയ്ത സ്റ്റിമുലൈ റിസീവ് ചെയ്തിട്ട് അതിന് വേണ്ട റെസ്പോൺസസ് ഉണ്ടാക്കുന്നത് റെസിപ്റ്റർ സെല്ലാണ്. ഓക്കെ, അപ്പോൾ റെസിപ്റ്റർ സെൽ എന്താ ചെയ്യുക? ദേ റിസീവ് ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് റെസ്പോൺസസ് ഉണ്ടാവാൻ നോക്കിയാലോ? അത് നമുക്ക് പഠിക്കാൻ ഇത്തിരി എളുപ്പത്തിൽ ഒരു ഫ്ലോ ചാർട്ടാക്കി പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സ്റ്റിമുലൈ ഉണ്ടാവുന്നു. ഇനി ആ സ്റ്റിമുലൈ എന്താ ചെയ്യുക? നമ്മുടെ സ്പെഷ്യലൈസ്ഡ് സെൽ, അതായത് നമ്മുടെ റെസിപ്റ്റർ സെല്ല് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? റെസിപ്റ്റർ സെല്ലിൻ്റെ ജോലി എന്താ? ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ് അല്ലേ? അപ്പോൾ ഇമ്പൾസസ് ഉണ്ടാവുന്നു. ഇനി എന്താ ചെയ്യുക? ഈ ഇമ്പൾസസ് ബ്രെയിനിലെത്തുന്നു. ഇനി ബ്രെയിൻ എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? നോക്കിക്കേ, ആദ്യം സ്റ്റിമുലൈ ഉണ്ടാവുന്നു, അത് റെസിപ്റ്റർ സെല്ല് റിസീവ് ചെയ്യുന്നു, അതിന് വേണ്ട ഇമ്പൾസസ് ഉണ്ടാക്കുന്നു, ബ്രെയിനിലെത്തുന്നു, റെസ്പോൺസ് ഉണ്ടാവുന്നു. അപ്പോൾ എന്താ റെസ്പോൺസസ് ഉണ്ടാവുന്നത്? റെസ്പോൺസസ് occur when the impulses generated by the receptors on receiving the stimuli reaches the brain. ഇനി ഈ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റം ആണ്. ഈ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് നല്ലപോലെ പഠിക്കാനുണ്ട് ഈ ചാപ്റ്റർ ഫുള്ള്. ഓക്കെ, അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക്കും സ്ട്രക്ചറും ആയിട്ടുള്ളൊരു യൂണിറ്റ് ഉണ്ട്, അതാണ് ന്യൂറോൺ. നമുക്ക് ഈ ന്യൂറോണിൻ്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠിക്കാനുണ്ട്. സോ നമുക്ക് ആദ്യം ന്യൂറോൺ എന്താന്ന് നോക്കാം. എന്താ ന്യൂറോൺ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക്കും സ്ട്രക്ചറും ആയിട്ടുള്ള യൂണിറ്റ് ആണ് ന്യൂറോൺ. സോ നമ്മുടെ ബാക്കി എല്ലാ സെൽസിനെയും പോലെ തന്നെ ന്യൂറോണിന് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഇത് മൂന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂറോണിൻ്റെ ബാക്കി പാർട്സ് എല്ലാം നോക്കാം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ന്യൂറോൺ. ഇനി ന്യൂറോണിന് 6 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാ? ശ്രദ്ധിച്ചേ. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഇതാണ് ഡെൻഡ്രോൺ. ഓക്കെ, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോനൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ സെൽ. ഓക്കെ, അപ്പം നമ്മുടെ ന്യൂറോണിന് 6 പാർട്സാണ് ഉള്ളത്. ഏതൊക്കെയാ? ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോനൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ സെൽ. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം ഫങ്ഷൻ നോക്കാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഓക്കെ, ആദ്യം നമുക്ക് ഡെൻഡ്രൈറ്റ് എന്താ നോക്കാം. നോക്കിയേ, ഇത് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യുക?
ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. അടുത്ത ന്യൂറോണിൻ്റെ കയ്യിൽ നിന്ന് ഇമ്പൾസസിനെ സ്വീകരിക്കുക. ഇതാണ് ഡെൻഡ്രൈറ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ? ഡെൻഡ്രോൺ ഏതാ? ബ്രാഞ്ചസ്. ഈ കാണുന്ന ബ്രാഞ്ചസ് ആണ് നമ്മുടെ ഡെൻഡ്രൈറ്റ്. കണ്ടില്ലേ? ഇനി അടുത്ത പാട്ട് നമുക്ക് ഡെൻഡ്രോൺ നോക്കിയാലോ? ഡെൻഡ്രോൺ നോക്കിയേ. വേണ്ടേ, ഈ ഷോർട്ടസ്റ്റ് ഫിലമെന്റ് ഇതാണ് നമ്മുടെ സെൽ ബോഡി. നോക്കിയേ, ഇതാണ് സെൽ ബോഡി അല്ലേ? ഈ സെൽ ബോഡി എന്നുള്ള ഈ ഷോർട്ടസ്റ്റ് ഫിലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെൽ ബോഡി എന്നുള്ള ഷോർട്ടസ്റ്റ് ഫിലമെന്റിനെയാണ് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഷോർട്ടസ്റ്റ് ഫിലമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോൺ എന്താ ചെയ്യുക? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ഈ അഡ്ജസൻറ്റ് ന്യൂറോണിൻ്റെ കയ്യിൽ നിന്ന് ഡെൻഡ്രൈറ്റ് ഇമ്പൾസസിനെ വാങ്ങിച്ചു അല്ലേ? ഇനി ഈ ഇമ്പൾസസിനെ ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിൻ്റെ കയ്യിലാണ് കൊടുത്തത്. ഇനി ഈ ഡെൻഡ്രോൺ ഈ ഇമ്പൾസസിനെ വാങ്ങിച്ചിട്ട് സെൽ ബോഡിയിലേക്ക് കൊണ്ടു കൊടുക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് കൊണ്ടുവന്ന ഇമ്പൾസസിനെ ഡെൻഡ്രോൺ വാങ്ങിച്ചിട്ട് അത് സെൽ ബോഡിയിലേക്ക് കൊടുക്കും. ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത പാർട്ട് ഏതാ നോക്കിയാലോ? അടുത്ത ഏതാ? ആക്സോൺ ആണേ. ആക്സോൺ എന്താ? ആക്സോണിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. ഈ സെൽ ബോഡി എന്നുള്ളത് ഈ കാണുന്ന ലോങ് ആയിട്ട് ഇത്രയും വരെ ഉണ്ട് അല്ലേ? ഇതാണ് ആക്സോൺ, ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. അപ്പം ഡെൻഡ്രോണിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? ഡെൻഡ്രോൺ ഇസ് ദ ഷോർട്ടസ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡി എന്നുള്ള ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഫിലമെന്റ് ഡെൻഡ്രോൺ ആയിരുന്നു. പക്ഷെ ലോങ് ആയിട്ടുള്ളത് ഏതാ? ആക്സോൺ ആണ്. ഓർത്തിരിക്കണേ. അപ്പൊ ആക്സോണിന് നമ്മുടെ ഡെൻഡ്രോണിനെ പോലെ ബ്രാഞ്ചസ് ഉണ്ട്. അതിനെന്താ പറയാ? ആക്സോണൈറ്റ് എന്നാ പറയാ. അതെ, ഇതാണ് ആക്സോണിന്റെ ബ്രാഞ്ചസ്. കണ്ട, ഇതിന് നമ്മൾ ആക്സോണൈറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? നമുക്ക് ആക്സോണിന്റെ ഫംഗ്ഷൻ നോക്കാം. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ദ ഔട്ട്സൈഡ്. ഈ സെൽ ബോഡിയിൽ ഡെൻഡ്രോൺ സെൽ ബോഡിയിൽ കൊണ്ടുകൊടുത്ത ഈ ഇമ്പൾസസിനെ സെൽ ബോഡിയുടെ പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആക്സോണിന്റെ ഫംഗ്ഷൻ. ഈ സെൽ ബോഡിയിലുള്ള ഇമ്പൾസസിനെ സെൽ ബോഡിയുടെ പുറത്തേക്ക് കൊണ്ടുപോവുക. ഇതാരുടെ ഫംഗ്ഷനാ? ആക്സോണിന്റെ ഫംഗ്ഷനാ. അപ്പൊ ആക്സോൺ എന്തൊക്കെയാ? ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡി എന്നുള്ള ലോങ് ആയിട്ടുള്ള ഫിലമെന്റ് ആണ് ആക്സോൺ. അതുപോലെ തന്നെ ഡെൻഡ്രോൺ കൊണ്ട് കൊടുത്ത ആ ഇമ്പൾസസിനെ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആക്സോൺ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആക്സോണിന്റെ ബ്രാഞ്ചസ് ആയ ആക്സോണൈറ്റ് നോക്കാം. ആക്സോണൈറ്റ് എന്താ? ആക്സോണൈറ്റ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ആക്സോണിന്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിന്റെ ഫംഗ്ഷൻ എന്താ? നോക്കിക്കേ, ഈ ആക്സോൺ കൊണ്ടുവന്ന ഇമ്പൾസസിനെ ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആക്സോണൈറ്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ആക്സോൺ ടു ദ സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നു. ഇത് ആരാ ചെയ്യുന്നത്? ആക്സോണൈറ്റ് ആണ്. അപ്പോൾ ആക്സോണൈറ്റ് എന്തൊക്കെയാ? ഒന്നുകൂടെ ഓർത്തേ. ആക്സോണിന്റെ ബ്രാഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഇമ്പൾസസിനെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് സിനാപ്റ്റിക് നോബ് നോക്കാം. സിനാപ്റ്റിക് നോബ് എന്താ? ടിപ്പ് ഓഫ് ദി ആക്സോണൈറ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ആക്സോണൈറ്റ്, അതായത് ആക്സോണിന്റെ ബ്രാഞ്ചസിന്റെ ടിപ്പാണ് സിനാപ്റ്റിക് നോബ്. കണ്ടോ? ഓക്കെ അല്ലേ? ഇനി ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? സെക്രിയേറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇത് നമുക്ക് പഠിക്കാനുണ്ട്, അടുത്ത ടോപ്പിക്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, സിനാപ്റ്റിക് നോബ് സെക്രിയേറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇനി ഷ്വാൻ സെൽ എന്താന്ന് നോക്കിയാലോ? വാട്ട് ഇസ് ഷ്വാൻ സെൽ? ലാസ്റ്റ് പാർട്ടാ ഉണ്ട്. ഷ്വാൻ സെൽ എന്താ? ഷ്വാൻ സെൽ എൻസർക്കിൾസ് ദി ആക്സോൺ. കണ്ടേ, ഇത് ആക്സോണിനെ ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുക. ഇതാണ് ഷ്വാൻ സെല്ലിന്റെ ഫംഗ്ഷൻ. ആക്സോണിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുക. കണ്ടില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ പാർട്സും ഒന്നുകൂടെ നോക്കിക്കേ. ഡെൻഡ്രോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഷ്വാൻ സെൽ ഉണ്ട്, ആക്സോണൈറ്റ് ഉണ്ട്, ആക്സോൺ ഉണ്ട്, സിനാപ്റ്റിക് നോബ് ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ന്യൂറോണിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ന്യൂറോണിന്റെ പാർട്സ് നോക്കി, സ്ട്രക്ചർ നോക്കി, ഫങ്ഷൻസും നോക്കി അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ നോക്കിയെന്നൊന്ന് ഫസ്റ്റ് തൊട്ട് നോക്കിയാലോ? ആദ്യം നമ്മൾ സ്റ്റിമുലേ എന്താന്ന് പറഞ്ഞു അല്ലേ? സ്റ്റിമുലേ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. എക്സ്റ്റേണൽ സ്റ്റിമുലേക്ക് നമ്മൾ എന്തൊക്കെയാ എക്സാമ്പിൾസ് പറഞ്ഞേ? വിഷൻ, ഹിയറിംഗ്, ടേസ്റ്റ്, സ്മെല്ല്, എക്സെട്ര അല്ലേ? ഇന്റേണലിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഹങ്കർ, തേഴ്സ്റ്റ്, ഇമോഷണൽ സ്റ്റേറ്റ്സ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ
റെസിപ്റ്റർ സെല്ലിനെ കുറിച്ച് പഠിച്ചല്ലേ? റെസിപ്റ്റർ സെൽ എന്താ ചെയ്യുക? സ്റ്റിമുലൈ റിസീവ് ചെയ്തിട്ട് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ന്യൂറോണിനെ പറഞ്ഞു. ന്യൂറോൺ എന്താ? ന്യൂറോൺ ഈസ് ദ ബേസിക് ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം അല്ലേ? നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക്കും സ്ട്രക്ചറലും ആയിട്ടുള്ള യൂണിറ്റ് ആയിരുന്നു ന്യൂറോൺ. ന്യൂറോണിന് എത്ര പാർട്സ് ഉണ്ട്? 6 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാ? ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോനൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ സെൽ. ഓക്കെ അല്ലേ? ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫിലമെന്റ് ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? ഡെൻഡ്രോൺ ആയിരുന്നു. ഡെൻഡ്രോണ് ഷോർട്ടസ്റ്റ് ഫിലമെന്റ് ആയിരുന്നു. അപ്പൊ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ഏതായിരുന്നു? ഡെൻഡ്രൈറ്റ്, ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. അതുപോലെ തന്നെ ആക്സോൺ എന്താ? ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആയിരുന്നു ആക്സോൺ അല്ലേ? ആക്സോണായിട്ട് അതിന്റെ ബ്രാഞ്ചസും. സിനാപ്റ്റിക് നോബ് എന്താ ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യും, നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഷ്വാൻ സെൽ എൻസർക്കിൾസ് ദി ആക്സോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂറോണിന്റെ 6 പാർട്സും അതിന്റെ ഫങ്ഷൻസും എല്ലാം പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ന്യൂറോണിനെ കുറിച്ച്. സോ ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക്